ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബ്രോസ്റ്റ് ബാക്കി വന്നാൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാണ് കേട്ടോ. നമുക്ക് ചായക്കൊക്കെ ചില സമയത്ത് നമ്മൾ ബ്രോസ്റ്റൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ചിലപ്പോൾ ഒന്ന് ബാക്കി വരുമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമുക്കറിയാം എത്രയൊക്കെ തിന്നാന്നൊക്കെ. ചിലപ്പോൾ നമ്മൾ ഗസ്റ്റുകളൊക്കെ വന്നിട്ടൊക്കെ വാങ്ങിയതൊക്കെ ആണെങ്കിൽ അത് ബാക്കിയാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോൾ എത്രയാണെങ്കിലും ആ ബ്രോസ്റ്റിൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല. അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ബ്രോസ്റ്റ് ബാക്കി ഉണ്ടെങ്കിൽ ചോറിനൊരു കൂട്ടാനും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ ദിവസം കാണിക്കണ്ട്. ഇപ്പം ഞാൻ ചായക്ക് കടി ആയിട്ടാണ് ഉള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി പിന്നെ ഒരു ദിവസം ബ്രോസ്റ്റ് ബാക്കിയാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ട്. ഇനി നമ്മൾ ഈ ബ്രോസ്റ്റിൻ്റെ ഈ പുറത്തത്തെ ഒരു തൊലി ഉണ്ടാവില്ല, അതും പിന്നെ ഇറച്ചിയും വേർതിരിച്ചുക. എന്നിട്ട് ആ പുറത്തത്തെ തൊലി മിക്സിയിലൊന്ന് ഇട്ടുങ്ങാണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ചിലവർക്ക് ഈ തൊലി കഴിക്കാൻ നല്ല ഇഷ്ടമാക്കാം. അങ്ങനത്തെ തൊലി വേണമെങ്കിൽ ഇത് കഴിച്ചോണ്ടു, അല്ലെങ്കിൽ ഇതിൽ കിട്ടാൽ മതി. ഞാനിപ്പോൾ ഇത് ഇടുകയാണ്, എനിക്കതങ്ങനെ കഴിക്കണ ഇഷ്ടമല്ല. എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചിയാണ് ഇഷ്ടം കേട്ടോ. ഇനി ഒരു പാത്രം എടുത്തുങ്ങാണ്ട് നമ്മൾ ആ പാത്രത്തേക്ക് പൊടിച്ചതും ഇടുക. പിന്നെ ബാക്കിയുള്ള ഇറച്ചിയില്ല അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് പിച്ചിങ്ങാണ്ട് ഇടുക. ഇനി കൈ വെച്ച് പിച്ചാൻ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിങ്ങാണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താലും മതി. നല്ലോണം ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് എടുത്തുക്കണത് ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 2 വെളുത്തുള്ളിൻ്റെ അല്ലിയാണ് കേട്ടോ. അത് ചെറിയതാക്കിങ്ങാണ്ട് ഒന്ന് അരിഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുക്കുക. അടുത്തത് വെല്ലുള്ളി സവാളയാണ് വേണ്ടത്. അതൊരു മീഡിയം സൈസിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് എന്താണ് കനം കുറച്ചുങ്ങാണ്ട് നമ്മൾ ഉള്ളിവടയിക്കൊക്കെ അരിയില്ലേ അതുപോലെ അരിഞ്ഞെടുക്കുക. ഞാനിതൊക്കെ എടുത്തിക്കുന്നത് 3 പച്ചമുളകാണ്. അപ്പോൾ ഇനി നിങ്ങളടുത്ത് പച്ചമുളക് നല്ല എരിയുള്ളതാണെങ്കിൽ 2 ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊക്കെ മുളക് പൊടിയും ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബാലൻസ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി കറിവേപ്പിലയാണ് നിങ്ങളടുത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോണ്ടില്ലേ. ഇത് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. നിങ്ങളടുത്ത് ചിക്കൻ മസാല വാങ്ങിച്ചതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി, നമ്മൾ ബിരിയാണിക്കൊക്കെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതൊക്കെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളടുത്ത് സാധാ മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മൾ കടലമാവും 3 ടേബിൾ സ്പൂണും മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു സ്പൂണിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒക്കെ ഒന്ന് മസാലയൊക്കെ റെഡി ആയതിന് ശേഷം ഒന്ന് നാമച്ച് നോക്കിങ്ങാണ്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ബ്രോസ്റ്റിലൊക്കെ അത്യാവശ്യം ഒരു ഉപ്പ് ഉണ്ടാവുമല്ലോ. ഇതുവരെ ഇട്ട സാധനങ്ങളൊക്കെ പാടെ ഒന്ന് കൈ വെച്ചിങ്ങാണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് പൊടി കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറവാന്ന് തോന്നിയപ്പോൾ. ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കണത്. ഇപ്പോൾ ഇനി നിങ്ങളിട്ട് തൈരില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തുങ്ങാണ്ട് നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കണ പോലെ കുറച്ച് വെള്ളം തെളിച്ചുങ്ങാണ്ട് കുഴച്ചെടുത്താൽ മതി. ഇനി അത് എന്താണ് തൈരുണ്ടെങ്കിൽ അതായിട്ട് നല്ലത്. കുറച്ച് പുളി കൊടുക്കാൻ അങ്ങനെ കഴിക്കാൻ നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തൈരുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഞാനൊരു 2.5 സ്പൂണോളം തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളത് നാട്ടിലൊക്കെ നല്ല ലൂസ് തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്പൂൺ ഒഴിച്ചിട്ട് കുഴച്ചെടുത്തതിന് ശേഷം മാത്രം നോക്കി പിന്നെ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പരിപ്പടൻ്റെയൊക്കെ ഷേപ്പിലാണ് ഇതാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വെറുതെ അതൊന്ന് ഉള്ളിങ്ങാണ്ട് ഇങ്ങനെ എടുത്തുങ്ങാണ്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് പൊരിച്ചെടുക്കുക. പിന്നെ ചെറിയ തീയിലിട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഞാനിത് ഇതുപോലെ ഉരുളാക്കിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ പരത്തിങ്ങാണ്ട് വെച്ച് കൊടുത്തിരിക്കുന്നു. കയ്യുമ്പോൾ കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോന്ന് പരത്തിയതിന് ശേഷം 2 സൈഡ് നല്ലോണം മുരിക്കനാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമ്മൾ പരിപ്പടിയും ഉള്ളിവടയൊക്കെ കോരണ അതുപോലെ തന്നെയാണ്. പിന്നെ ചൂടോടുക്കൻ ഇത് കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് അപ്ലൈ കയറാം ചൂടാറിനേക്കാളും. പിന്നെ നമുക്ക് ഇതൊക്കെ കെച്ചപ്പോ മയോണൈസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിങ്ങാണ്ട് കഴിക്കുക. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചൂടോടുക്കൻ ഒരു കട്ടൻ ചായയും കൂട്ടിങ്ങാണ്ട് കഴിക്കുക. നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. റോസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ബാക്കിയാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴല്ലേ എനിക്കറിയുള്ളൂ. ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.